ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ സാൻഡ്രോയുടെ സിംഗ് ആണോ. ഇപ്പോഴും മലയാളികൾ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. ടോൾബോ ഡിസൈനിൽ ആദ്യമായിട്ട് വന്നിരുന്ന വണ്ടി നമ്മുടെ സാൻഡ്രോയുടെ സിംഗ് ആണോ. മലയാളികളെ ഹാച്ച് ബാക്കിൽ നിന്ന് മാറ്റി ചിന്തിപ്പിച്ച ഒരു വാഹനമാണ്. വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോഴായാലും ഇത് 2007 മോഡലിൽ വരുന്ന വണ്ടിയാട്ടോ. അത്യാവശ്യം ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം വരുന്ന വണ്ടിയാണ്. ആകെ ഗ്രില്ല് മാത്രമാണ് സാൻഡ്രോയ്ക്ക് ഫേസ് ലിഫ്റ്റ് സംഭവിച്ചിട്ടുള്ളൂ. പിന്നെയാണ് സാൻഡ്രോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേരിയന്റ് 21 കാര്യങ്ങൾ വന്നിട്ടോ. ഫ്രണ്ട് വശം നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളാണ് വരുന്നത്. മിനിമൽ ആയിട്ടുള്ള ഒരു ഗ്രില്ലും ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ ഫോഗ് ലാമ്പി വണ്ടിക്ക് വന്നിട്ടില്ല. ഇത് മിഡ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ അതല്ല ബ്ലാക്ക് ബമ്പറാണ്. മറ്റേ കൂടി കളർ ബമ്പർ അല്ല വരുന്നത്. ഇതിന് ഇത് പക്കാ സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയാണോ. അതുകൊണ്ട് വീൽ കപ്പിന് പകരം അന്ന് ഉണ്ടായി കൊടുത്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കപ്പാണ്. അത് ആ ഡ്രമ്മിന്റെ ഉള്ളിൽ തന്നെ കയറിയിരിക്കുന്ന രീതിയിലുള്ള കപ്പാണ് വരുന്നത്. ഇതിന്റെ ടയർ സൈസ് നോക്കുമ്പോഴായാലും 13 ഇഞ്ച് ടയറും കാര്യങ്ങളൊക്കെ ആണ് വണ്ടിക്ക് വരുന്നത്. അത്യാവശ്യം സൈഡ് ലൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി കാണാനായാലും സൈഡിൽ നോക്കുമ്പോഴായാലും നല്ലൊരു ഭംഗിയാണോ. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഈ വണ്ടി സൂക്ഷിച്ച് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റിയിലേക്ക് വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. ഇന്റീരിയർ നോക്കുമ്പോഴായാലും വളരെ വിശാലമായിട്ട് തുറക്കുന്ന ഡോറും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല കയറി ഇറങ്ങാനായാലും ഒട്ടും തന്നെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നില്ല കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയർ നോക്കുമ്പോൾ നല്ല വലിപ്പത്തിൽ വന്നിട്ടുള്ള ഹാൻഡിൽ എളുപ്പമുള്ള ഒരു ഗിയറും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സ്റ്റീരിയോയും എസിയുടെ കൺട്രോൾസ് ഒക്കെ ഈ ഭാഗത്തായിട്ടുണ്ട്. എന്നാൽ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായാലും ഒരുപാട് ഓവർ ഡിസൈൻഡൊന്നും അല്ല, മിനിമൽ ഡിസൈനാണ് വരുന്നത്. നല്ല പവർ സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ടോ. 2 പവർ വിൻഡോയും വരുന്നുണ്ട്. എക്സൽ ആണ് ഈ വണ്ടിയുടെ വേരിയന്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ AC വെന്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായാലും ആ റൗണ്ട് ഷേപ്പുള്ള AC വെന്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റോക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് അന്ന് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതേ സീറ്റ് കവർ ഇപ്പോഴും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോകാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ സ്പോയിലർ ഒന്നും വെച്ചിട്ടില്ല. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും തന്നെ ഈ വണ്ടിയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴേ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലാസ് ഏരിയ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഇവിടെ സിംഗ് എക്സൽ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്, സാൻഡ്രോ സിംഗ് എക്സൽ എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. ടൈലൈറ്റ് നോക്കുമ്പോഴതിൽ അത്യാവശ്യം വലിപ്പമുള്ള ടൈലൈറ്റ് ആണ് വരുന്നത്. ഇവിടെയും ബോഡി കളേർഡ് ബമ്പർ അല്ല, നോർമൽ ബമ്പർ തന്നെയാണ് വരുന്നത്. അതുപോലെ ബൂട്ട് നോക്കുമ്പോഴതിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളുണ്ട്. കുറച്ച് ആക്സറീസ് വേറെ വണ്ടിയുടെ ഇരിപ്പുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് തന്നെ വന്നിട്ട് കേട്ടോ. അതുപോലെ സീറ്റ് ആയാലും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ബൂട്ട് സ്പേസ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഒരു സ്പീക്കറിന്റെ പാഡും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ബോഡി ക്വാളിറ്റി നോക്കുമ്പോഴായാലും ആവറേജ് എബൌട്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബോഡി ക്വാളിറ്റി തന്നെ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അതുപോലെ സൈഡ് വ്യൂ നോക്കുമ്പോഴേ അത്യാവശ്യം നല്ല സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും വരുന്നുണ്ട്. ഏത് റൂട്ടിലാണെങ്കിലും ഈസി ആയിട്ട് ഓടിച്ച് പോകുന്നുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം നോക്കാം കേട്ടോ. എഞ്ചിൻ റൂം നോക്കുമ്പോഴായാലും അത്യാവശ്യം നല്ല കനമുള്ള ബോണറ്റും കാര്യങ്ങളാണ് വരുന്നത്. തുറന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. നല്ല വിശാലമായിട്ടുള്ള ഒരു എഞ്ചിൻ റൂമാണ്. ഇവിടെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ അലമ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടി വേറെ ഓയിലിക്ക് പ്രശ്നങ്ങളൊന്നും കേട്ടോ. നല്ല രീതിയിൽ തന്നെ എഞ്ചിൻ റൂം സൂക്ഷിച്ച് കൊണ്ടുവരുന്ന ഒരു പാർട്ടിയുടെ വണ്ടിയാണ്. ബാറ്ററി ഒക്കെ നോക്കുമ്പോൾ നോർമൽ എല്ലാ സെനിലും വരുന്ന അതേ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. വേറെ ഇവിടെ അബ്രോണും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ വേറെ അബ്രോണും കാര്യങ്ങളൊന്നും പൊട്ടിച്ചിട്ടില്ല. ബേസിക് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കണേ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഈ വാഹനം മീറ്റ് ചെയ്തിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വാഹനം ഓടിച്ചോണ്ടിരിക്കട്ടോ. നല്ല സുഖമാണ് ഇത് ഓടിക്കാൻ. വലിയൊരു വിൻഷീൽഡും കാര്യങ്ങളാണ് ഫ്രണ്ടിൽ തന്നെ വരുന്നത്. അതുപോലെ സൈഡിലായാലും അത്യാവശ്യം വലിപ്പമുള്ള വിൻഡോസ് ആയതുകൊണ്ട് തന്നെ ചുറ്റുമുറം കണ്ട് നമുക്ക് ഓടിക്കാം കേട്ടോ. ലേഡീസിനൊക്കെ ആയാലും ഓടിച്ചുകൊണ്ട് പോകാനോ ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ ആയിട്ടായാലും കറക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. സ്റ്റിയറിംഗ് വളരെ സോഫ്റ്റ് ആണ്. മാരുതിയുടെ സ്റ്റിയറിംഗ് വെച്ച് ഓൾട്ടോടെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാൻഡ്രോയുടെ സ്റ്റിയറിംഗ് വളരെ സ്മൂത്ത് ആണ്. നല്ല ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാട്ടോ. ഹൈറ്റുള്ള ഇരിപ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും കിട്ടും. പിന്നെ ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞവർക്കായാലും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ സാൻഡ്രോ നല്ലൊരു ഓപ്ഷനാണ്. ഡ്രൈവിംഗ് പഠിക്കാനും അതുപോലെ ലോങ് ഡ്രൈവ് പോകാനൊക്കെ ആയാലും അടിപൊളിയാണോ. ഫ്രണ്ട്സ്, അപ്പോൾ സാൻഡ്രോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. ഈ വാഹനം ലേഡീസിനായാലും അതുപോലെ ഓടിച്ച് പഠിക്കുന്നവർക്കായാലും കറക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതുപോലെ കുറച്ച് നടുവേനൊക്കെ ഉള്ളവർക്കായാലും കയറി ഇറങ്ങാനായാലും വളരെ ഈസി ആയിട്ട് കയറി ഇറങ്ങാം കേട്ടോ. ഈ വണ്ടിക്ക് ഏകദേശം ഹൈവേയിലൊക്കെ ഒരു 15 കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജും കാര്യങ്ങളും ലഭിക്കുന്ന ഒരു വണ്ടിയാണ്. ഓവർ മെയിൻ്റെനൻസ് കോസ്റ്റ് കാര്യങ്ങളും വരുന്നില്ല കേട്ടോ. എല്ലാ സ്പെയറുകളും അവൈലബിൾ ആണ്. അതുപോലെ ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചാൽ ഈ വണ്ടി പണിത് തരും കേട്ടോ. അപ്പോൾ ഈ വണ്ടി കൊടുക്കാനുള്ള വണ്ടിയാണ്. 2007 മോഡൽ വരുന്നത്. 2027 പേപ്പർ കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ വിളിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.